ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മളെ സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? സെറ്റ് പരീക്ഷയുടെ അതുമായി ബന്ധപ്പെട്ട ലൈവൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവുമെന്ന് പറയാം. നമുക്കിനി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഈ സെറ്റ് തന്നെ മിക്കവാറും നേടിത്തരണം അല്ലെങ്കിൽ നേടണം എന്നൊരു രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ കുറച്ച് വർഷങ്ങളായി നമുക്ക് സെറ്റിന് ചോദിച്ചിട്ടുള്ള കുറച്ച് PYQs നമുക്ക് നോക്കാം. ആ PYQs നോക്കാം. ആ PYQമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു മാച്ചിങ് കോൺസെപ്റ്റ് ഡാഷ് ഈസ് പ്രിപ്പേർഡ്. അതായത് മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരമാണ് താഴെ പറയുന്ന പോലെ ഏതോ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതായിരിക്കാം? ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി അല്ലേ? ഇവിടെ നമ്മൾ അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? അക്കൗണ്ടിങ് ഓരോ കോൺസെപ്റ്റുകൾ, പല രീതിയിലുള്ള കോൺസെപ്റ്റുകളാണ് അക്കൗണ്ടൻസിക്ക് ഉള്ളത്. ഏതൊക്കെയായിരിക്കാം അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഏതായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റുക ആൻസർ? അതെ, ആൻസർ ഏതാണ് വരിക? ആൻസർ ബി ആണ് വരിക, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കിയിട്ട് എന്ത് പറയാം, P&L എന്ന് പറയാം അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി ഇവിടെ കോൺസെപ്റ്റുകളെ പറ്റി പറഞ്ഞു. നമുക്ക് ഏതൊക്കെയാണ് കോൺസെപ്റ്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം അല്ലേ? നമുക്ക് ഏതൊക്കെയാണ് കോൺസെപ്റ്റ് എന്നുള്ളത് നോക്കൂ. സാധാരണ കോൺസെപ്റ്റ് അല്ലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എൻറ്റിറ്റി അഥവാ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഉണ്ട്, മണി മെഷർമെൻറ്റ്, അതേപോലെ തന്നെ പീരിയോഡിസിറ്റി, അതേപോലെ ആക്യുറൽ, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഗോയിങ് കൺസേൺ, കോസ്റ്റ്, റിയലൈസേഷൻ, ഡ്യുവൽ ആസ്പെക്റ്റ്, കൺസർവേറ്റിസം, കൺസിസ്റ്റൻസി, മെറ്റീരിയാലിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്കുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഓരോന്നും ഓരോ നിയമങ്ങൾ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഓരോരോ അക്കൗണ്ടൻസിയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിന് ബേസ്ഡ് ഒരു എന്തുണ്ട്, ഒരു നിയമം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ ചെയ്യുള്ളൂ അല്ലേ? അതായത് ഇപ്പോൾ ഒരു കാര്യം ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണമെങ്കിൽ ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ എന്താ നമ്മൾ നോക്കണം. ആ ട്രാൻസാക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, ഏത് പ്രിൻസിപ്പിൾ വെച്ചാണ്. നമ്മൾ സാധാരണ 3 അക്കൗണ്ട് പറയും, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ പെടുന്നത്, ഇതിൽ ഏത് ലോ പ്രകാരമാണ് ഇത് ഡെബിറ്റ് ആവുന്നത് നമ്മൾ നോക്കണം അല്ലേ? അങ്ങനെയൊക്കെ സെർട്ടൻ ലോ ഒക്കെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇത്രയധികം പ്രിൻസിപ്പിൾ. അവിടെ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, ഇവിടെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നമുക്കറിയാം. അതുപോലെ മണി മെഷർമെൻറ്റ്, ഏത് കാര്യത്തിനെയും പൈസ വെച്ചാണ് നമ്മൾ അളക്കുന്നത് അല്ലേ? അതുപോലെ മാച്ചിങ് കോൺസെപ്റ്റ്, അതായത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവ പരസ്പരം മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ ഗോയിങ് കൺസേൺ എന്ന് പറയുമ്പോൾ നമ്മളെ ബിസിനസ് ഇന്ന് തീരുകയല്ല, ഒരുപാട് നാളത്തേക്ക് കൂടി ഉണ്ട് എന്നൊരു കോൺസെപ്റ്റ്. ഇങ്ങനെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളും നമുക്ക്, ഈ കോൺസെപ്റ്റുകളൊക്കെ വളരെ വൈഡായിട്ട് പഠിച്ചില്ലെങ്കിലും എന്താണ് ഓരോ കോൺസെപ്റ്റും പറയുന്നത്, അതായത് അതിലുള്ളിൽ അടങ്ങിയ കാര്യം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് പഠിക്കണം. കാരണം ഇവിടെ നിന്ന് നമുക്ക് ചോദ്യം വരാം അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നോക്കൂ, എങ്ങനെയാണ് മാച്ചിങ് കോൺസെപ്റ്റിലേക്ക് വന്നു. മാച്ചിങ് കോൺസെപ്റ്റ് ആണോ നമുക്ക് ചോദിച്ചത്, എങ്ങനെയാണ് അവിടെ P&L അവിടെ വന്നിരിക്കുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ദ മാച്ചിങ് കോൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിങ്, expense are recognized in the same period as the revenue they help to generate. Then this principle ensures that all costs incurred to earn revenue are matched against the revenue in the same accounting period അല്ലേ? അതായത് ഇവിടെ മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അക്കൗണ്ടിങ് പീരീഡിൽ അല്ലെങ്കിൽ ഒരു സെർട്ടൻ പീരീഡിൽ എത്രത്തോളം റവന്യൂ ഉണ്ടായി ആൻഡ് എത്രത്തോളം കോസ്റ്റ് ഉണ്ടായി, ഇത് രണ്ടും കൂടി അവിടെ എന്ത് ചെയ്യുന്നു, മാച്ച് ചെയ്യിക്കുന്നു അല്ലേ? ഇത് രണ്ടും കൂടി അവിടെ മാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ആ കോൺസെപ്റ്റിന് എന്ത് പേര് കിട്ടിയത്, നമുക്ക് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന പേര് കിട്ടിയത്. അതുകൊണ്ടാണ് P&L. P&L എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ? അതല്ലേ നമ്മൾ പറയാ, ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ മാച്ചിങ് കോൺസെപ്റ്റ് വരെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ചെയ്യുന്നത് എന്താണ്, P&L ആണ്. ഓക്കെ, നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ അക്കൗണ്ടിനെ പറ്റി പറഞ്ഞു. നമുക്ക് സാധാരണ 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് പ്രധാനമായിട്ടുള്ളതെന്ന് പറയും, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് താഴെ പറയുന്ന ഏത് അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയാം സി അല്ല, നമുക്കറിയാം സി അല്ല, നമുക്ക് എന്തായാലും അറിയാം അല്ലേ? അങ്ങനെ ഒരു അക്കൗണ്ട്. ബാക്കി ഈ 3-ൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്.
ഏതായിരിക്കാം? ഏതെങ്കിലും ഐഡിയ ഉണ്ടോ? ഏതായിരിക്കാം വരിക? ഇവിടെ നോമിനൽ അക്കൗണ്ട് ആണ് വരിക. നോക്കൂ, ഈ 3 അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവ പറയുന്നത്? നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ. അല്ലേ, ഇതൊന്നും പഠിക്കാത്തവരായിട്ട് അക്കൗണ്ടൻസിയിൽ ആരും ഉണ്ടാവില്ല. കാരണം അക്കൗണ്ടൻസിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യം. അപ്പോൾ ഇതൊന്നും നമ്മൾ പഠിക്കാതെ നമുക്ക് ഒരിക്കലും അക്കൗണ്ടൻസി എന്നുള്ള ടോപ്പിക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലേ, അപ്പോൾ ഇവിടെ ഗോൾഡൻ റൂളാണ് പറയുന്നത്. സാധാരണഗതിയിൽ 3 അക്കൗണ്ടാണ് നമുക്കുള്ളത്. അല്ലേ, ആ 3 അക്കൗണ്ട് വെച്ചാണ് നമ്മൾ താരതമ്യം ചെയ്യാറുള്ളത്. അവ പ്രധാനപ്പെട്ടത് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്നാണ് പറയാം. പേഴ്സണൽ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ പേഴ്സൺസ്, അത് നാച്ചുറൽ പേഴ്സൺ ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ആയിക്കോട്ടെ, അങ്ങനെ പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളാണ് പ്രധാനമായും പേഴ്സണൽ അക്കൗണ്ട് വരിക. റിയൽ അക്കൗണ്ടിൽ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ള അസറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് റിയൽ അക്കൗണ്ട് വരിക. നോമിനൽ അക്കൗണ്ട് പ്രധാനമായിട്ടും എക്സ്പെൻസുകൾ, ഗെയിനുകൾ, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ വരിക. അപ്പോൾ ഈ 3 അക്കൗണ്ടാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഈ 3 അക്കൗണ്ടിനും സെർട്ടൻ നിയമങ്ങളും ഉണ്ട്. അതായത് എവിടെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിത് പഠിച്ചതാണ് എന്താണെന്നുള്ളത്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് വരുമ്പോൾ എന്താണ്, ആരാണ് റിസീവർ ആണ് എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്, ഗിവർ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി അവിടെ റിയൽ അക്കൗണ്ട് വരുമ്പോൾ എന്താണ് വാട്ട് ഈസ് കംസ് ഇൻ, എന്താണോ വാട്ട് കംസ് ഇൻ അതാണ് ഡെബിറ്റ് ചെയ്യുക. വാട്ട് ഈസ് ഗോസ് ഔട്ട്, എന്താണ് ഗോസ് ഔട്ട് അതാണ് അവിടെ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഇനി നോമിനൽ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് ചെയ്യുന്നതോ ഇൻകം ആൻഡ് ഗെയിൻ ആണ് അവിടെ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഒന്നാകെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അല്ലേ, ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ റൂൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഒരിക്കലും നമുക്ക് മറന്നു വരിക. കാരണം നമ്മൾ ഇത് പഠിക്കുന്നത് എവിടെ നിന്ന് അറിയോ, +1 +2 എന്നാണ് നമ്മളിത് പഠിക്കുക. അല്ലേ, +1 +2 എന്നാണ് നമ്മളിത് പഠിക്കുക, അക്കൗണ്ടിങ്ങിനെ പറ്റി ബേസ് ആയിട്ട് പറയുക. അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ മറന്നു വരും. നമ്മൾ എവിടം വരെ, അതായത് കൊമേഴ്സുമായിട്ടാണ് നമ്മളെ ജീവിതമെങ്കിൽ, നമ്മൾ എവിടം വരെ എത്തിയാലും ഈ കാര്യം നമ്മൾ മറന്നു വരുത്. അല്ലേ, ഈ കാര്യം നമ്മൾ മറന്നു വരും. കാരണം എന്താ, ഇത് ഗോൾഡൻ റൂളാണ്. നമ്മൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ ഗോൾഡൻ റൂളാണ് എന്ത്, ഇത്തരത്തിലുള്ള കാര്യം. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ഇതാണ് നമുക്ക് 3 പ്രധാനമായിട്ടും അക്കൗണ്ടുകളെ പറ്റി പറയാനുള്ളത്. ഇനി നോക്കാം എന്തൊക്കെയാണ് ഇവ പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട് പ്രധാനമായിട്ടും പേഴ്സൺസ് അല്ലെങ്കിൽ ട്രേഡ് പേയബിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വരും, അവിടെ പേഴ്സണൽ അക്കൗണ്ടിങ്ങിൽ വരും. റിയൽ അക്കൗണ്ട് വരുമ്പോൾ അവിടെ സാധാരണഗതിയിൽ അസറ്റ്, ഒരു ഫേമിൻ്റെ അസറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്, ബിൽഡിങ് തുടങ്ങിയ കാര്യങ്ങളാണ് റിയൽ അക്കൗണ്ട് വരിക. നോമിനൽ അക്കൗണ്ട് ആവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻസ്, അതുപോലെ ലോസ്, ഗെയിന് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, അവിടെ നോമിനൽ അക്കൗണ്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഈ 3 അക്കൗണ്ടിനെ പറ്റി നല്ല രീതിയിൽ ഡെപ്ത് ആയിട്ട് മറന്നു പോവാതെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലേ, നോക്കാം അടുത്ത. നോക്കൂ, ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് സിമിലർ ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അല്ലേ, അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ പറ്റി പറഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്, അവിടെ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് സിമിലർ ആണ്. അല്ലേ, സാമ്യതയുള്ള അക്കൗണ്ടാണ് എന്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പക്ഷേ എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്യുന്നത് എവിടെയാണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് കൺസേണിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നോക്കാം. Like the profit and loss account, it will record revenue item, both income and expense, which are nominal in nature. Nominal account deal with income, expense, loss and gain. അല്ലേ, അതുകൊണ്ട് നോമിനൽ അക്കൗണ്ട് പ്രധാനമായിട്ടും ഇൻകം, എക്സ്പെൻസ്, ലോസ്, ഗെയിൻ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആൻസർ ഏതാണ് വന്നിരിക്കുന്നത്, നോമിനൽ അക്കൗണ്ടാണ് അവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ എന്താണ്, പിന്നെ അവിടെ നമുക്ക് എന്തുണ്ടാവില്ല, ഡൗട്ടുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിച്ചു, ക്വസ്റ്റ്യൻ വായിച്ചു, ക്വസ്റ്റ്യനിൽ ആൻസർ നമ്മൾ കണ്ടെത്തി, ആ ആൻസർ എങ്ങനെ വന്നു നമ്മൾ മനസ്സിലായി, അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ആ ഓപ്ഷൻസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു MCQ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല, അത്രയും വലിയ രീതിയിലുള്ള നോളജ് കിട്ടുകയും ചെയ്യും, ഡൗട്ട് നമുക്ക് കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോസ്റ്റ് റീസെന്റ് ഇൻസ്റ്റന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് PSCs in India? PSCs, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. അല്ലേ, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏതായിരിക്കും വരിക, ഗെയിൽ ഉണ്ട്, ONGC ഉണ്ട്, LIC ഉണ്ട്, ഏതായിരിക്കാം ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്? LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC. അല്ലേ, LIC ആണ്. ഇനി നമുക്കിവിടെ PSEs എന്താ നോക്കണം. അല്ലേ, പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് എന്താ നോക്കണം. അതുകൂടാതെ ഇത് 4 എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കണം. നമുക്ക് ആദ്യം എന്താണ്, ആദ്യം പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. നോക്കൂ, PSEs
ഓൾസോ നോൺ ആസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് അല്ലെങ്കിൽ enterprise are businesses owned and controlled by the government either at the state or central level in India. അല്ലേ, അവിടെ ഇന്ത്യയിലെ സെൻട്രലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവല് ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുന്ന ഓൺഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ബിസിനസ്സുകളാണ് നമ്മൾ എന്താ പറയുക, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നമ്മൾ പറയാം. നോക്കൂ, ദീസ് എൻ്റർപ്രൈസ് ആർ എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ എക്കണോമി ആൻഡ് play a crucial role in providing essential service and contributing to the national development. അല്ലേ, പ്രധാനമായിട്ടും പബ്ലിക് സെക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ത്യൻ എക്കണോമി ആയിട്ട് ബന്ധപ്പെട്ട് വളരെ കണക്റ്റഡ് ആണ്. അത് കൂടാതെ തന്നെ നമ്മൾ നാഷണൽ ഡെവലപ്മെൻറ്റ് വേണ്ടി വളരെ ഹെൽപ്ഫുൾ ചെയ്തതാണ് എന്ത്, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. നമുക്ക് നോക്കാം ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യം. നോക്കൂ, LIC ആണ് അവിടെ ഉത്തരം വന്നിരിക്കുന്നത് അല്ലേ. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് എ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്. അതെന്താണ്, ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആണ്. ഇറ്റ് ഈസ് ഫുള്ളി ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഈസ് എ മേജർ പ്ലെയർ ഇൻ ദി ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടർ. അല്ലേ, പ്രധാനമായിട്ടും ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടറിലെ ഒരു മേജർ റോളാണ് ആര് വഹിക്കുന്നത്, LIC വഹിക്കുന്നത്. ദെൻ LIC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അണ്ടർ ദി LIC ആക്ട് 1956. 1956 ഒരു LIC ആക്ട് പ്രകാരമായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന രീതിയിലാണ് അവിടെ LIC അവിടെ എന്ത് ചെയ്തത്, അവിടെ വന്നിരിക്കുന്നത്. ബൈ മേർജിങ് 243 പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ എത്രയാണ്, 243 പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസുമായിട്ട് എന്ത് ചെയ്തു, അവ LICയുമായിട്ട് മേജർ കൂടെ ചെയ്തു. അപ്പോൾ അതാണ് LICനെ പറ്റി നമുക്ക് ആദ്യം പറയാനുള്ളത്. ഇനി LIC അല്ലാതെ മറ്റു രണ്ട് കാര്യമുണ്ട്. എന്താണ്, അടുത്തതാണ് CIL അല്ലേ, കോയിൽ ഇന്ത്യ ലിമിറ്റഡ്. എന്താണ്, ദി സ്റ്റേറ്റ് ഓൺഡ് കോൾ മൈൻ കോർപ്പറേഷൻ കെയിം ഇൻ ടു ബീങ് എ നവംബർ 1975. 1975 ഇവ മൈനിങ് കോർപ്പറേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. നോക്കോ, വിത്ത് എ മോഡസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് 79 മില്യൺ എന്താണ് ടൺ അല്ലേ, അത്രയും ടൺ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ എന്ത് മൈനിങ് അവിടെ നടത്തുന്നുണ്ട് അല്ലേ. കൂടാതെ ടുഡേയ്സ് ദ സിംഗിൾ ലാർജസ്റ്റ് കോയിൽ പ്രൊഡ്യൂസർ ഇൻ ദി വേൾഡ് ആൻഡ് വൺ ഓഫ് ദി ലാർജസ്റ്റ് കോർപ്പറേറ്റ് എംപ്ലോയർ ഓഫ് മാൻ പവർ അല്ലേ. നമ്മളെ 2024 ഏപ്രിൽ പ്രകാരം നമ്മളുടെ ഇന്ത്യയിൽ എന്ന് പറയാൻ പറ്റില്ല, വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് കോർപ്പറേറ്റ് എംപ്ലോയർ ആണ് അല്ലെങ്കിൽ മാൻ പവർ എംപ്ലോയർ ആണ് ഇത്തരത്തിൽ എന്ത് CIL അവിടെ പറയുന്നത് അല്ലേ. അവിടെ എന്താ, ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ മഹാരത്ന എൻ്റർപ്രൈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കോയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഹാസ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റഡ് ഇൻ കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ അല്ലേ. അവിടെ CILന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് എവിടെയാണ്, വെസ്റ്റ് ബംഗാളിലാണ് അവിടെ എന്തുള്ളത് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് അല്ലേ. അടുത്തതാണ് ഗെയിൽ. എന്താ, ഫോമർലി നോൺ ആസ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗെയിലാണ് അവിടെ ഉള്ളത്. അവിടെ പ്രധാനമായിട്ടും നമ്മളെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ് പ്രധാനമായിട്ടും ഗെയിൽ നോക്കുന്നത് അല്ലേ. പ്രധാനമായിട്ടും ഗെയിൽ നോക്കുന്ന ഇതാണ്, നമ്മൾ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ, അതേപോലെ ട്രാൻസ്മിഷൻ, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗെയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ് LICനെ പറ്റി നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. എന്താണ് LICയുടെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആൻസർ ആയിട്ട് വന്നിരിക്കുന്ന LIC ആയിരുന്നു അല്ലേ. നോക്കൂ, LIC സ്റ്റാൻഡ്സ് ഫോർ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമുക്കറിയാം LICയുടെ ഫുൾ ഫോം എന്ന് പറയുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇനി എന്തിനാണ് ഇവ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും, നോക്കൂ, ഇവിടെ പ്രധാനമായിട്ടും LIC ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ബൈ മേർജിങ് 154 ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്, 16 ഫോറിൻ കമ്പനീസ് ആൻഡ് 75 പ്രൊവിഡൻറ്റ് കമ്പനീസ് അല്ലെ. ഇത്രയും കമ്പനീസുമായിട്ട് എന്താണ് LIC ഇവിടെ മേജർ ആണ്. കൂടാതെ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ അല്ലെ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ എന്ത് പറയുന്നത്, LIC എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു സ്ലോഗൻ ഉണ്ട്, നമുക്കറിയാം, ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ സ്ലോഗൻ എന്ന് പറയുന്നുണ്ട്. LICയുടെ പ്രധാനപ്പെട്ട സ്ലോഗനാണ് എന്താണ്, യോഗക്ഷേമം വഹാമ്യഹം. യോഗക്ഷേമം വഹാമ്യം എന്നതാണ് LICയുടെ സ്ലോഗൻ എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി അല്ലേ. നോക്കൂ, അതിൻ്റെ ഒരു മഹത് വാക്യം തന്നെയാണ് അവ എടുത്തിരിക്കുന്നത് LIC. എന്താ അതിൻ്റെ മീനിങ്, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നാണ് അവിടെ സംസ്കൃത വാക്കിൻ്റെ മീനിങ്. അതും എവിടെ നിന്നാണ്, ഇറ്റ് ഈസ് എ സാൻസ്ക്രിറ്റ് ആൻഡ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ 22nd വേഴ്സ് ഓഫ് ദി ഭഗവത്ഗീത അല്ലേ. ഭഗവത്ഗീതയിലെ 22ാമത് നിൽക്കുന്ന അധ്യായത്തിൽ നിന്ന് എടുത്ത ഒരു വാചകമാണ് അവിടെ എന്ത് പറയുന്നത്, യോഗക്ഷേമം വഹാമിഹിം എന്ന് പറയുന്നത്. നോക്കൂ, അതുപോലെ 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് അല്ലേ, 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എടുത്ത
ഒരു വരിയാണ് ഇത്തരത്തിൽ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നത്. ഇനി ദ ചെയർമാൻ ഓഫ് ദ ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യ ഇസ് മിസ്റ്റർ M.R. കുമാർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? പ്രധാനമായിട്ടും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആ ഒരു MCQ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. നോക്കൂ അടുത്ത, ഹൗ മെനി സ്റ്റോക്സ് ഓഫ് കമ്പനീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ നിഫ്റ്റി? അടുത്താണ് നിഫ്റ്റിയിൽ എത്രത്തോളം കമ്പനീസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, 20, 30, 50, 500 എത്രയായിരിക്കാം? അതെ, എത്രയാണ്? 50 അല്ലേ? സി ആണ് ആൻസർ ആയിട്ട് വരിക. 50 നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇനി നോക്കാം നമുക്ക് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയതെന്നുള്ളത്. ദ നിഫ്റ്റി 50 ഇൻഡെക്സ്, എ ഫ്ലാഗ്ഷിപ്പ് ഇൻഡെക്സ് ഓഫ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, comprise 50 companies. These 50 companies represent the Indian equity market top 50 large cap stock. ഇവിടെ എന്താ പറയുന്നത്? അതായത് നിഫ്റ്റി പ്രകാരം, നിഫ്റ്റി അല്ലെങ്കിൽ NSE എന്ന് പറയുമ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അവിടെ 50ഓളം കമ്പനീസ് ആണ് എന്ത് ചെയ്തിരുന്നത്? അവിടെ പ്രധാനമായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 50 എന്ന് പറയുന്ന സമയത്ത് ഈ 50 കമ്പനീസ് റെപ്രസെന്റ് ദി ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് ടോപ്പ് 50 ലാർജ് ക്യാപ് സ്റ്റോക്ക് അല്ലെ, ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ക്യാപ് സ്റ്റോക്സ് ആണ് ഈ 50 കമ്പനീസ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കൂ. ദി ഫസ്റ്റ് എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ EPZ ഇൻ ഇന്ത്യ. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളതാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. നമുക്ക് സൂചിപ്പിക്കാം, ഇവിടെ എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ EPZ പ്രധാനമായിട്ടും ആദ്യത്തെ എവിടെയാണ്? വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, കാൻഡ്ല ഗുജറാത്ത്, ചെന്നൈ തമിഴ്നാട് ആൻഡ് കൊച്ചിൻ കേരള. എവിടെയാണ്? അവിടെ ബി ആണ് അല്ലേ, ഗുജറാത്തിലാണ് ആദ്യത്തെ എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ. ദി ഫസ്റ്റ് എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കാൻഡ്ല ഗുജറാത്ത് 1965 അല്ലേ. 1965 ഗുജറാത്തിലെ കാൻഡ്ല എന്ന സ്ഥലത്താണ് ആദ്യത്തെ EPZ അവിടെ രൂപീകരിച്ചിരിക്കുന്നത്. നോക്കൂ, ദി EPZ വാസ് ലേറ്റർ ട്രാൻസ്ഫോംഡ് ടു എ സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ലേ. അവിടെ EPZ എക്സ്പോർട്ട് പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ ആണ് പിന്നീട് എന്തായിട്ട് മാറിയത്? സ്പെഷ്യൽ എക്കണോമിക് സോൺ അഥവാ SEZ എന്തായിട്ട് മാറിയത്? സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയിട്ട് മാറി. ഓക്കെ, ഇറ്റ് വാസ് ഓൾസോ ദി ഫസ്റ്റ് EPZ ഇൻ ഏഷ്യ അല്ലേ. ഏഷ്യയിൽ തന്നെ ആദ്യത്തെ EPZ ആണ് നമ്മളെ ഗുജറാത്തിലുള്ള എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം. നോക്കൂ, അടുത്താണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ളത്. ദി സ്പെഷ്യൽ എക്കണോമിക് സോൺ ഈസ് എ ജിയോഗ്രാഫിക്കലി ഡെസിഗ്നേറ്റഡ് ഏരിയ വിത്തിൻ എ കൺട്രി ദാറ്റ് ഓപ്പറേറ്റ് under different economic regulation than the rest of the country, often with the goal of attracting foreign investment and promoting export അല്ലേ. അവിടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്ത് വരാനും അതേപോലെ നമ്മൾ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു കൺട്രിയിലെ അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറിയ ഒരു ഏരിയകളെയാണ് നമ്മൾ എന്ത് പറയാം? നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയാം, SEZ. നോക്കാം, This zone offers various incentives like a tax break, simplified procedures and better infrastructure to encourage business to set up operation അല്ലേ. അവിടെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതാണ് ടാക്സ് ബ്രേക്കുകൾ, ടാക്സ് ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ടാക്സ് കുറച്ചുകൊണ്ട്, കൂടാതെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രൊസീജിയർ, നമ്മളെ ഈ റെഡ് ടാപ്പിസം പോലുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല, അതൊക്കെ സിംപ്ലിഫൈഡ് ചെയ്യും. പിന്നെന്താണ്? ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. അതായത് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് വേണം? ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. അതായത് തുറമുഖങ്ങൾ വേണം, അല്ലെ തുറമുഖത്തു നിന്ന് നമുക്ക് വെയർഹൗസിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ വേണം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂടെയുള്ള ഒരു ഏരിയ, അതായത് ബിസിനസ്സിനെ എൻകറേജ് ചെയ്യാനുള്ള ഒരു ഏരിയ കൂടിയാണ് അവിടെ എന്ത് പറയുന്നത്? സ്പെഷ്യൽ എക്കണോമിക് സോൺ അഥവാ SEZ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് എന്താ പ്രധാനപ്പെട്ട MCQs. കുറച്ചധികം MCQs നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് MCQയിലേക്ക് എത്തിയത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡേറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഈ വരുന്ന ദിവസമൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് അല്ലേ, ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതുകൊണ്ട് അതേപോലെ കൃത്യമായൊരു ട്രാക്കിൽ പഠിച്ചാൽ മാത്രമേ ഈ ഒരു സെറ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, സെറ്റ് എക്സാം സ്പെഷ്യൽ ക്രാഷ് ബാച്ച് അല്ലേ. എന്താ പ്രത്യേകത? 50ഓളം അല്ലെ 50ലധികം ലൈവ് സെഷൻസ്, കൂടാതെ 15ലധികം മോക്ക് എക്സാമുകൾ. അപ്പോൾ ഇത്രയും മോക്ക് എക്സാമുകളും അതേപോലെ ഇത്രയും ലൈവ് സെഷൻ കൊണ്ടാണ് ഈ ഒരു പുതിയ സെറ്റ് എക്സാം സ്പെഷ്യൽ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നത്. അതായത് ഈ ഒരു എക്സാം നമ്മൾ വരാൻ പോകുന്ന സെറ്റ് എക്സാമിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എക്സാം ഉള്ളത്. അപ്പോൾ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും താഴെ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്.
ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്താണ് ഇവ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട MCQs പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത ദിവസം ബാക്കി കുറച്ച് MCQ ഡിസ്കഷനുമായി ഞാൻ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സെറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇനി പുതിയ ഏരിയയിലേക്ക്, അതായത് പുതിയ സെറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ ഇൻഫർമേഷനോ മറ്റോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി പുതിയൊരു ഏരിയയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.